എൻ്റെ പേര് കുഞ്ഞുഞ്ഞെന്നാണ്. അല്ലെ തോമസ് തന്നെ വിളിക്കും. ഞാൻ മല്ലപ്പള്ളിക്കാരനാണ്. മല്ലപ്പള്ളി ടൗണിനടുത്ത് തന്നെ, ടൗണിനോട് ചേർന്ന് ഒരു കൃഷി ഭവനും ലൈബ്രറിയും ഉണ്ട്. അതിനോട് ചേർന്ന് ഒരു 1/2 ഏക്കർ സ്ഥലമുണ്ട്. അത് കൊടുക്കാനായിട്ടാണ് കിടക്കുക. വീടുണ്ടോ അതിനകത്ത്? ഒരു പഴയ വീടാണ്. വീട്ടിലാരും വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഇപ്പം ആരും താമസിക്കുന്നില്ല. അത് ശരി. കറണ്ടൊക്കെ ഉണ്ട് ഇപ്പോൾ? കറണ്ടുണ്ട്. എല്ലാ വെള്ളം കയറുന്നിടമാണോ? വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. കയറിയിട്ടുണ്ട്. ഉണ്ട്. ഇപ്രാവശ്യം ഒന്നും കയറിയില്ല. കഴിഞ്ഞ വർഷം ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറുകയാണെങ്കിൽ അവിടെ കയറും. ബസ് സ്റ്റാൻഡിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ അവിടെയും കയറും. അത് കുഴപ്പമില്ല. അതെല്ലാ സ്ഥലവും മലപ്പള്ളി അങ്ങനെ ആണല്ലോ. അതെ അതെ. പിന്നെ അവിടത്തെ ഒരു 12 അടി മേളിൽ വീതിയുള്ള റോഡുണ്ട്. വഴി സൗകര്യമുള്ളതാണ്. വഴി സൗകര്യമുള്ള കാറും ലോറിയും കയറും. ലോറിയും കയറും. ടൗണിൽ നിന്ന് ഒരു 1500 അടി, 1000 അടി അപ്പുറമില്ല. 1000 അടിയൊന്നുമില്ല. ഒരു 10, 600, 700 അടി. ചേട്ടൻ്റെ പേരിലുള്ള വസ്തുവാണോ? ചേട്ടൻ്റെ പേരിലുള്ള വസ്തുവാണ്. കരമൊക്കെ അടയ്ക്കുന്ന പിന്നെ എല്ലാം വേറെ ഇൻകംബറൻസ് എല്ലാം ഉള്ള യാതൊരു പ്രോബ്ലംസും ഇല്ല. പിന്നെ അതിനകത്ത് 3 ഫേസ് കറണ്ട്. 3 ഫേസിന്റെ മോട്ടറുണ്ട്. പിന്നെ സൈഡ് തോടാ. ഓക്കെ. സൈഡ് തോടും. ഇപ്പൊ ആദായം വല്ലതും ഉണ്ടോ? ഉണ്ട്. നാളികേരവും ഒക്കെ ഉണ്ട്. ആരും നോക്കാനില്ലാത്തത് കൊണ്ട് ആരും കൊണ്ടുപോവുക. അച്ഛൻ്റെ നമ്പർ ഒന്ന് പറയാമോ? ഇവിടുത്തെ നമ്പർ 34637590004. ഓക്കെ. ഒരു +1 കൂടെ ചേർത്ത് വിളിച്ചാൽ ചേട്ടനെ കിട്ടും അല്ലേ? അതെ. നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ. ഓക്കെ. ബ്രോക്കേഴ്സ് ഇടപെടുന്നതിന് കുഴപ്പമുണ്ടോ? ഇടപെടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നേരിട്ട് വിളിക്കുന്നതിന് അല്ലേ? നേരിട്ട് വിളിക്കുന്ന ബ്രോക്കേഴ്സ് ആണെങ്കിൽ അവരുടെ ടേംസും കണ്ടീഷനും നമുക്ക് പറയുന്ന വില നെറ്റ് പ്രൈസാണ് നമ്മുടെ അല്ലേ? പിന്നെ നമുക്ക് ചെയ്യാം. ഒരു എമൗണ്ട് കൊടുക്കാം. അല്ലാതെ ഇത്ര പെർസെന്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ ശരിയായില്ല. അതെ. അത് ഓക്കെ. നമുക്ക് ടേംസ് അത് നെഗോഷ്യബിൾ ആണല്ലോ. അതെ. ടൗണിൽ ബിസിനസ് എന്ത് ചെയ്യാനും, എക്സാക്ട്ലി, ബിസിനസ്സിനായാലും വല്ല സ്റ്റോറേജ് ആണെങ്കിലും എന്ത് വേണേലും, വെയർ ഹൗസ് ആണെങ്കിലും, ചർച്ചിനൊക്കെ പറ്റിയ സ്ഥലം. എത്ര 30 സെന്റ് 50 സെന്റ് സ്ഥലമുണ്ട്? 1/2 ഏക്കർ സ്ഥലമുണ്ട്. വേറെ ഉണ്ടോ അടുത്ത് വല്ലതും? ഉണ്ട്. 1/2 ഏക്കർ ഇച്ചിരി സ്ഥലം കിടപ്പുണ്ട്. വേറെ ഉണ്ട്. എന്റെ ബ്രദറിന്റെ. ഓ ശരി. ഇതോട് ചേർന്നാണോ? അല്ല, ഞങ്ങൾ അമേരിക്കയിലായതുകൊണ്ട് എക്സാക്ട്ലി അതുകൊണ്ടാണ് ഇത് കൊടുക്കാനുള്ള പ്ലാനിങ്. അല്ലാതെ ഇപ്പം ഞാനിവിടെ വിട്ട് പോവുകയാണെങ്കിൽ എനിക്കറിയാം അവിടെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ. ചുമ്മാ അപ്പാർട്ട്മെന്റ് പണിതിട്ടാൽ മതി. എന്തോ ഒരു ഇതാണെന്നറിയോ? അല്ല, ടൗൺ അങ്ങ് വലുതായല്ലോ. ഇപ്പൊ താലൂക്കും എല്ലാം ആയപ്പോഴത്തേക്കും ട്രഷറി എല്ലാം ആയല്ലോ, ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, താല്പര്യം പറയുക. ഓക്കെ. അതിന്റെ വിലയൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. കുഴപ്പമില്ല. ടൗണിലൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ. എക്സാക്ട്ലി. മല്ലപ്പള്ളി ടൗൺ ആണ്. മല്ലപ്പള്ളി അല്ല, മറ്റുള്ളവർ ചോദിക്കുന്നതിലൊന്നും അതിലൊക്കെ കുറച്ച് കൊടുക്കും. എക്സാക്ട്ലി. പിള്ളേരൊന്നും അവിടെ പോയി താമസിക്കും. അതെ. അല്ലാതെ തന്നെയല്ല, നമ്മൾ അത് വെറുതെ കിടക്കുന്നതിൽ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ അത് തന്നെ ടൗണിനൊരു പുരോഗതി. എക്സാക്ട്ലി. അതാണ് നമ്മൾ വെറുതെ ഇട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതേ. വേറെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതല്ലേ? തീർച്ചയായിട്ടും. അതെ. പ്ലോട്ടുകളായിട്ടും വേണേൽ തിരിച്ചു കൊടുക്കാം അല്ലേ? പക്ഷെ ചേട്ടൻ ഒന്നിച്ച് ഒറ്റ സെയിൽ നടക്കണം. രണ്ടായിട്ട് കിടക്കും. ഒന്നൊരു 40ഉം 30ഉം അല്ല 30-35ഉം വേറെ 15ഉം അല്ലേ? അങ്ങനെയാണ്. ഓക്കെ. രണ്ടായിട്ടുള്ളത് 2 സെയിലാണെങ്കിലും കുഴപ്പമില്ല. അതെ. ചേട്ടൻ്റെ പേര് ഒന്നുകൂടെ പറഞ്ഞ മുഴുവൻ പേര്. എൻ്റെ മുഴുവൻ പേര് വേണോ? അല്ല, ഓക്കെ, തോമസ് മതി. വീട്ടുപേര് എന്നാന്ന് പറഞ്ഞേക്കാം. എൻ്റെ വീട്ടുപേര് ചെള്ളേട്ടെന്നാണ്. ഓക്കെ. ചേട്ടൻ മലപ്പുള്ളാണോ ജനിച്ചു വളർന്നതൊക്കെ? ഞാൻ കല്ലൂപ്പാറ പഞ്ചായത്താണ്. ശരി. ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ. അവിടെയാണ്. ഓക്കെ. താങ്ക് യു ചേട്ടാ. ഞാൻ ഈ വിവരങ്ങൾ മലപ്പള്ളിയിൽ ഞാൻ പറയാം.